ഹലോ, ഞാൻ ലിപിന്. അപ്പൊ ഞാനിന്ന് പൈങ്കിളി എന്ന് പറഞ്ഞ സിനിമ കണ്ടു. സിനിമ എന്ന് പറഞ്ഞാൽ ഫുള്ളി കോമഡി എന്റർടൈൻമെന്റ്, അങ്ങനെ വേണം പൈങ്കിളിനെ പറയാൻ. പടത്തിൽ അഭിനയിച്ചിരുന്ന നായകവേഷം ചെയ്തിരിക്കുന്നത് സജിൻ ഗോപു, നമ്മുടെ അമ്പാൻ. അമ്പാനാണ് ഇതില് പടത്തില് ഗംഭീരമായിട്ട് പുള്ളിയുടെ റോള് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നടിയായിട്ട് വന്നത് അനശ്വരരാജൻ. അനശ്വരരാജൻ ഇപ്പൊ ചെയ്യണ വേഷങ്ങൾ മൊത്തം ഒരു എങ്ങനെ പറയാ, ഹിറ്റ് ഒരു പടങ്ങളാണ് ഇപ്പൊ അനശ്വരരാജൻ ചെയ്തത്. ഇപ്പൊ ഏത് പടം എടുത്താലും അനശ്വരരാജൻ ചെയ്യുന്ന പടങ്ങളൊക്കെ ഒരു ഒരു മികവ് പുലർത്തുന്നുണ്ട്. അത് തന്നെ ഈ പടത്തിലും കിട്ടിയിട്ടുണ്ട്. പടം എന്ന് പറഞ്ഞാൽ ഫുള്ളി കോമഡി എന്റർടൈനർ, അതായത് ഫാമിലിയൊക്കെ ഒത്ത് കണ്ട് രസിച്ച് ഇറങ്ങാവുന്ന ഒരു പടമാണ് പൈങ്കിളി. പടത്തിലെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സജിൻ ഗോപുവിനെ കൂടാണ്ട് കാസ്റ്റിംഗ് നല്ലതായിട്ടുണ്ട്. അതായത് അബു സലീം, പിന്നെ അതേപോലെ തന്നെ റിയാസ് ഖാൻ, പിന്നെ അങ്ങനെ കുറെ പേര്, അതായത് ലിജോ ജോസ് പല്ലിശ്ശേരിയൊക്കെ ഇതിൽ റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ചന്തു സലിംകുമാർ, അതായത് സലിംകുമാറിന്റെ മകൻ ചന്തു, പുള്ളിക്കാരനെ ഗംഭീരമായിട്ട് ഇതിൽ റോൾ ചെയ്തിട്ടുണ്ട്. കൂട്ടുകാരനായിട്ടുള്ള റോളാണ്. എന്തൊക്കെ പറഞ്ഞ ഒരു റിപ്പീറ്റ് വാല്യൂ ഉണ്ട്. ഇപ്പൊ ഈ ഇടയ്ക്ക് കണ്ടക്കണ പടങ്ങളിൽ റിപ്പീറ്റ് വാല്യൂ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഈ പടത്തിനാണ്. ഫുള്ളി കോമഡി, അതായത് കോമഡി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് കയറാവുന്ന ഒരു പടമാണ് പൈങ്കിളി. പിന്നെ ഈ പടത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ നടന്നത് ഭൂരിഭാഗം എയർപോർട്ടിന്റെ അടുത്ത് സംഭവങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. പക്ഷെ എയർപോർട്ട് കാട്ടുന്നില്ല, എയർപോർട്ടിന്റെ അടുത്താണ്. കാരണം ഞാനന്ന് അറിഞ്ഞിരുന്നു. പിന്നെ കാഞ്ഞൂര് അവിടെ ഒരു ഭാഗമൊക്കെ മെയിൻ ആയിട്ട് ഈ പടത്തിൽ കാട്ടുന്നുണ്ട്. അത് എനിക്ക് ആ ഫ്രെയിം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, കാഞ്ഞൂര് ആ ഭാഗം ആ സൈഡൊക്കെയാണെന്ന് മനസ്സിലായി. എന്തായാലും റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു പടമാണ് പൈങ്കിളി. എന്തായാലും തീർച്ചയായിട്ടും ഫാമിലിയൊക്കെ ഒത്ത് കയറാവുന്ന ഒരു പടമാണ് പൈങ്കിളി. എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു, അത്രയും പറയാനുള്ളൂ. അതായത് സജീവ് ഗോപുവിന്റെ ഗംഭീര പെർഫോമൻസ്, പുള്ളിക്കാരൻ ഗംഭീരമായിട്ട് ചെയ്തത്. അതായത് ഒരു കോമഡി നടനാന്നുള്ള കാര്യത്തില് പുള്ളി അല്ല, കോമഡി ചെയ്യുന്ന കാര്യങ്ങൾക്ക് പുള്ളി ഒരു എങ്ങനെ പറയട്ടെ, അത് എനിക്ക് പറഞ്ഞിട്ട് എനിക്ക് പറയാൻ കിട്ടില്ല. പുള്ളിക്കാരൻ കോമഡിയിലേക്ക് കടക്കുന്നു, അങ്ങനെ വേണം ഇതിലേക്ക് പറയാം. ഇപ്പൊ അമ്പാനായാലും കോമഡി നല്ല രസമായിട്ട് ചെയ്തിട്ടില്ലേ. അമ്പാന്റെ വേറൊരു പതിപ്പ് അത് തന്നെ ഈ പൈങ്കിളി എന്ന് പറഞ്ഞ പടം. അപ്പൊ കണ്ടു നോക്കും.